രാജവെമ്പാല വരുന്നുണ്ട്. ഇനിയിപ്പൊ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. നീ പോന്നു കുറച്ചേരമായി. ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിയിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ എന്ത് വേണേ കിച്ചിക്ക്. ഇവിടെ 5-6 തെങ്ങുള്ള കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രികളെ വന്നില്ലേ? ഇല്ല. നന്നായി, അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയനെ. ഡാ, ഇതിൽ നിന്ന് 3 മൂത്ത് നോക്കിയിട്ടെ വണ്ടി കയറ്റിക്കോ. എടാ കരിക്കെടുക്കല്ലേ. യെസ് മാഡം. ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളി കണ്ടറിനെ രക്ഷ. നമ്മുടെ പൈലിച്ചേണ്ട കണ്ടറേ പറ്റി. എടാ കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ. അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ അങ്ങനെ കിടക്കണ പാപ്പച്ച. ആ അത് പറഞ്ഞപ്പോഴാ അമ്മച്ചി ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പര് ശ്വാസം ഉണ്ടോന്ന്. അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ. വെള്ളം കോരി കൈ ഒടിഞ്ഞു. എടാ 70 വയസ്സായി നിന്റെ അപ്പനെ 3 കെട്ട് വിറക് കയറിയിട്ടായിരിക്കുന്നേ. പിന്നില്ലടാ, അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലേലും എന്നെ കോപ്പിനാ അപ്പച്ചനത്. എണ്ണയിടൽ മാത്രല്ലേ ഉള്ളൂ, അത് അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അയ്യടാ നിനക്കത് പറയാ. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണും. ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മച്ചി കേട്ടില്ലേ, ചിക്കൻ കറി ആയിരുന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കുറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ. തുറക്കം അങ്ങോട്ട്. എടാ അച്ചു പോലെ, ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ ആണ്. 1 കിലോ കാണും. അങ്ങ് തോട്ടില് തന്നെ. ഈർക്കിലി കുറച്ച് 600 ഗ്രാം. നീ ഇത് വെച്ചോ. പിള്ളേർക്ക് ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇത് 20 ഉള്ളൂ. നീ ഇപ്പോഴും ഈ കമ്പയില് നൂല് തൂക്കി നടക്കുവോ? എടാ മെഷീൻ ചൂണ്ട മേടിക്ക്. ഞാനിപ്പോ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ വെച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കേറിയതാ. അമ്മക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നീട് ഉപ്പ് നോക്കണ്ടേ, ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണം കറി എടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത്. എടി നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വയറ്റിന് പിടിക്കണ്ടേ. മുതുകോതരൊപ്പം കൊണ്ട് പോയതോ. എന്തിനേം പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്ങോട്ടാ മതി ഭംഗി നോക്കിയത്. ഉരി വെച്ചേ പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ചേ. റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല. ഓ എന്റെ അമ്മേനെ 1/2 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റിൽ റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും വയ്യ. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ. എടാ തേങ്ങ മൊത്തം അറിയിക്കോ. റീനെ കല്ല് ഉരയ്ക്കുമ്പോ ഉപ്പും ചാറും കൂട്ടിക്കോ. കൈ നിൽക്കത്തില്ലേ, ചൂണ്ടേന്ന് ഊരാൻ തന്നെ വിളച്ചിലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാങ്കാലത്തെ കണ്ടുപോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കി ഇരിപ്പുണ്ട്. അവന്മാർക്ക് അറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം. കിട്ടിയ പ്രകടനം അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യാടി. ചേട്ടായി ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ. ഓ കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ അല്ലേ കയ്യില്? എന്നാ തരാനുണ്ടോ? അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പെട്ടെന്ന് വിട്ടു പെട്ടെന്ന് വിട്ടു. ചെയ്യാൻ പൊഴിയായിരുന്നു. പുഴുങ്ങാനുള്ള മോള് കൊണ്ടുവരും. ടൈം ആയല്ലോ. സൈറ്റ് ഓപ്പൺ ആയോ? ഇല്ലേച്ചി ഡൗണാ. അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്. പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ? സ്വന്തം മക്കളോട് വരെ നിങ്ങളും. എടാ നിനക്ക് ഡ്രൈവും പഠിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നോ. പണിയെടുക്കാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ നിന്നെ പണ്ടേ വേണ്ടെന്ന് വെച്ചേനെ. ഹലോ, എത്ര A+ ഉണ്ട്? 2? നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പെങ്കുച്ച് 10ാം ക്ലാസ്സിലായിരുന്നു, അവളെ എന്തായി? ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ A+. മൊത്തത്തിൽ A+? അതെ അതെ. അല്ല എല്ലാത്തിനും? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാൻ ഞാൻ. അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. അല്ല ഈ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A+. മുഴുവനായിട്ടും. ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം. എങ്ങോട്ടിരുന്നിട്ട് തലയ്ക്ക് പിടിച്ച ഓണം ഇടുന്നുണ്ട്.
ഡിയാസത്തെ നിന്റെ റീൽസ് ഉണ്ടാക്കണതിന്റെ ഗുണം കണ്ടില്ലേ? 4 B+, 3 A, 2 B. നിനക്കവിടെ മലമറിക്കണ പണിയായിരുന്നല്ലോ. ഫോൺ എടുത്ത് മാറ്റി വെക്ക്. എനിക്ക് മാത്രമല്ല അങ്ങനെ, രേഷ്മയ്ക്ക് എഡ്വിനല്ല ഇങ്ങനെയല്ല റിസൾട്ട്. ഓ, രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത്. ഓ, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ചു കൊല്ലും. മാർക്ക് എത്രയായി, എത്ര A+ ഉണ്ട്? ഓ എന്റെ കർത്താവേ, ഒരു ചാക്കുണ്ടല്ലോ പറയാൻ. പരീക്ഷയല്ലേ, തോക്കും ജയിക്കും അല്ലേ മോളെ? നീ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് കണക്കല്ല മാർഗം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ, ആഹാ, ഷർട്ടൊക്കെ ഊരിയല്ലോ. ഇനിയിപ്പോ അരിയുണ്ട തീർന്നവർ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും പ്ലാൻ. അവൻ കഴിക്കട്ടെ, അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ. മോൻ കഴിച്ചോ? അമ്മേ, നിങ്ങക്ക് ഉള്ള വണ്ടി വന്ന്. നീ എന്താ ഉടുപ്പൊന്നുമില്ലാണ്ട് നീ വരുന്നില്ലേ? ഓ, ഞാൻ വന്നില്ല. ഓ, ലൈസൻസോ ഞാൻ എടുത്തിട്ടില്ല. എന്നെ കണ്ട കാര്യമൊന്നുമില്ല. സാറിൻ്റെ അടുത്തോട്ടില്ല. ചെല്ലു ചെല്ലു. സാറ് കാര്യമായിട്ട് എന്താ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ തള്ളി പോവാം. അവൻ്റെ അനിയത്തി കുഞ്ഞമ്മേ അങ്ങോട്ട്. ആ ആ നിർത്തിക്കേ നിർത്തിക്കേ, ഇങ്ങോട്ട് വാ. അത് കാര്യം പറഞ്ഞിട്ട് വരാം. നടന്നേ സാറേ, ഇന്ന് വെള്ളം തോന്നുന്നുണ്ട്. എന്താടോ രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം. ഇന്നലെ വൈകിട്ട് അടുത്തു. നമസ്കാരം സാറേ. സുഖല്ലേ? കാക്കിയില്ലല്ലോ. സാറേ, കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് വന്ന വഴിയാ. അപ്പൊ കാക്കി വേണ്ടെന്നാണോ? അപ്പൻ്റെ മനസ്സിൽ ആളാവുന്നോടാ. അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ, പാപ്പച്ചനായിരുന്നു. ആ, കെട്ടിയോളുണ്ടല്ലോ. ടൂർ വല്ലതും പോയതാണോ? ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ? പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ, ഇവനെ ഞങ്ങൾ വിട്ടേരെ. വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിൽക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാർ പാവങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാ. അതെ, യൂണിഫോമില്ലാതെ വണ്ടി ഓടിച്ചതിനാ സാറിനോടെ പിടിച്ചെത്തിയത്. അല്ലാതെ സാറേ, നേര് പറഞ്ഞാൽ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എൻ്റെ പെണ്ണും പിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ലേ സാറേ ചേച്ചി? അതെന്തോടോ അങ്ങനെ? എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ. സാറേ, റസീദ് ഒന്ന് എഴുതി തരാം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നിന്ന് ഷോ ഇറക്കാതെ പെറ്റി അടിച്ചിട്ട് പോടാ. സാറേ, ഈ പാൽക്കുട്ടി ഇവിടെ 24 ലൈസൻസ് കൊണ്ട് വരും. അപ്പ കൊടുത്തു വിട്ടാൽ മതി. കുരിച്ചിട്ടു എന്നാ കൊച്ചിനെ വിളിച്ചു. മോളെ, ആ ചായ ആയിട്ടിങ്ങ് പോരെ. അങ്ങോട്ട് കൊടുക്കും മോളെ. ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ. PSC വഴി ആദ്യം. അതെ, PCയാ. ഈനോടെ ഒരു ഭാഗ്യേ. ഇനി പോലീസ് ജീപ്പി ടൂറിന് പോവാമല്ലോ. എടി, നല്ല സിമ്പിളും ചെക്കനല്ലേ? എനിക്കൊന്നും വേണ്ട ആ ഭാഗ്യം. ഒരു കൊപ്പത്തലയും പോലീസും കണ്ടേച്ചാലും മതി. കാക്കിയിട്ടവർ എനിക്ക് പണ്ടേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കുറത്ത് കൊണ്ടത് എടി, ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. കാര്യമാക്കണ്ട, കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. പൈതലല്ലേ അല്ലേ? എനിക്ക് വേറൊരു പെണ്ണ് കാണലിലൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തന്നെ ഒന്ന് കാണണം. ഒന്നും വിചാരിക്കരുത്, ആദ്യമായിട്ടാണേ. അതെ, ആദ്യമായിട്ടാ.